ഇനി നമുക്ക് പപ്പടം സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ പപ്പടം കൊണ്ട് ഒരു അടിപൊളി വിഭവം കൂടിയായാലോ. നമ്മൾ ഇതുപോലെ പപ്പടം പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലാട്ടോ സാധാരണ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്ത മെത്തഡാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് അപ്പളമാട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയൊന്ന് പാക്കറ്റിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ ക്ലിപ്പും കൂടെ ചെയ്താണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. പപ്പടം വറക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് പതിവായിട്ട് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ സൂക്ഷിച്ചിട്ട് പപ്പടം ഒന്നും അങ്ങനെ കേടായി പോയിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിക്കുന്നത്. വേറെ ഏതെങ്കിലും മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് പപ്പടം കൊണ്ട് അടിപൊളി ഒരു ചോറ് തയ്യാറാക്കിയാലോ. വേറെ കറിയൊന്നും വേണ്ടാത്ത ഒരു അടിപൊളി ഐറ്റം കേട്ടോ. ആദ്യം നമ്മൾ പപ്പടം ഒന്ന് കാച്ചി മാറ്റി വെച്ചേക്കണേ. ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാട്ടോ. പിന്നെ പപ്പടം കാച്ചുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ പപ്പടം കാച്ചിയതിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കരിവേപ്പില കുറച്ച് ഇതുപോലെയുള്ള നമ്മുടെ സവാള എന്ന് അരച്ചു കൊടുക്കുക. ചെറിയുള്ളി ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ 1-2 പച്ചമുളകും കൂടിയാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്തത് നമ്മുടെ പപ്പടം നല്ല അടിപൊളിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. ലേശം തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ച മുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ചേർത്തത് നമ്മുടെ ചോറാണ്. ഏത് ചോറ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ചോറും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പടച്ചോറ് തയ്യാറായിട്ടുണ്ടേ. വേറെ കറിയൊന്നും ഇല്ലാതെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചോറല്ലേ. അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിക്കാൻ അവർ കൊതിയോടെ ഓടി വരുന്ന ഒരു അടിപൊളി വിഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.